ഈ സഭയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു മെമ്പറെ പറ്റി, പ്രതിപക്ഷ നേതാവിനെ പറ്റി, അദ്ദേഹത്തിന്റെ കോൺടാക്റ്റിനെ പറ്റി കഴിഞ്ഞ ഒരു കാലത്തും ചോദ്യം ചോദിക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല. അന്ന് ചെയ്യുന്നത് നിയമസഭാ സെക്രട്ടേറിയറ്റോ സ്പീക്കറോ അത്തരം ചോദ്യങ്ങൾ ഡിസലവ് ചെയ്യാനുണ്ടായത്. ചോദ്യം ഞാൻ ഭയപ്പാടുന്നില്ല, ചോദ്യം വരട്ടെ. പക്ഷെ അങ്ങ് തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനെ പറ്റിയുള്ള ഒരു ആരോപണം സഭയിൽ ഉന്നയിക്കാൻ, അതും ചോദ്യത്തിന്റെ പേരിൽ അവർക്ക് പ്രസംഗിക്കാം, പ്രസംഗത്തിൽ പറയാം. പക്ഷെ ചോദ്യമായിട്ട് അങ്ങനെയുടെ സെക്രട്ടേറിയറ്റ് അനുവാദം കൊടുത്തത് തെറ്റാണ്, ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്, ദയവായി ഇത്തരം കീഴ്വഴക്കം ഉണ്ടാക്കരുത്. ഇന്നുവരെ ഈ സഭയിൽ ഈ കീഴ്വഴക്കം ഉണ്ടായിട്ടില്ല. സാധാരണഗതിയിൽ ചോദ്യങ്ങളുടെ വിശദാംശങ്ങൾ പരിശോധിക്കാൻ ഒരു സംവിധാനം അവിടെ ഉണ്ട്. അവരെല്ലാം പരിശോധിച്ച് അംഗീകരിച്ച് വരുന്ന മുറയ്ക്കാണ് അതിന് അനുവാദം കിട്ടുന്നത്. അങ്ങ് ഉന്നയിച്ച തരത്തിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കി പരിശോധിച്ച് സഭയെ അറിയിക്കാവുന്നതാണ്. ചോദ്യം നമ്പർ 1. ഇല്ല, സാധാരണഗതിയിൽ ഈ ചോദ്യത്തിൽ അങ്ങനെ ഒരു പ്രത്യേകതകളായിട്ട് തോന്നിയിട്ടില്ല. പ്ലീസ് ഇരിക്കും. 1-ാം നമ്പർ ചോദ്യവുമായിട്ട് 8-ാം നമ്പർ ചോദ്യം ക്ലബ് ചെയ്യുന്നതിന് ബഹുമാനോട് അംഗം ശ്രീ VK പ്രസാദ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ക്ലബിംഗ് അനുവദിക്കുകയാണ്. ഒരുമിച്ച് മറുപടി പറയാവുന്നതാണ്. ശ്രീ DK മുരളി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, നിലവിലെ നിയമസഭാംഗങ്ങളിൽ ശ്രീ VS ശിവകുമാർ, ശ്രീ VK ഇബ്രാഹിം കുഞ്ഞ്, ശ്രീ KM ഷാജി, ശ്രീ P ഉണ്ണി, അഡ്വക്കേറ്റ് U പ്രതിഭ എന്നിവർക്കെതിരെ വിജിലൻസ് കേസുകളുണ്ട്. ശ്രീ VS ശിവകുമാർ, ശ്രീ VK ഇബ്രാഹിം കുഞ്ഞ്, ശ്രീ KM ഷാജി എന്നിവർക്കെതിരെയുള്ള കേസ് അന്വേഷണ ഘട്ടത്തിലാണ്. ശ്രീ P ഉണ്ണിക്കെതിരായ കേസ് അന്വേഷണം പൂർത്തിയായി. റിപ്പോർട്ട് സൂക്ഷ്മ പരിശോധനയിലാണ്. അഡ്വക്കേറ്റ് U പ്രതിഭയ്ക്കെതിരെയുള്ള കേസിൻ്റെ അന്വേഷണം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. നിലവിലെ നിയമസഭാ അംഗങ്ങളിൽ ശ്രീ കമറുദ്ദീനെതിരെ 149 വഞ്ചനാ കേസുകളും ശ്രീ PV അൻവറിനെതിരെ ഒരു കേസും ശ്രീമതി ES ബിജിമോൾക്കെതിരെ ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സർ, ബാർ ഉടമയായ ശ്രീ ബിജു രമേശ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ബാർ ലൈസൻസ് ഫീസ് കൂട്ടാതിരിക്കാൻ അന്നത്തെ KPCC പ്രസിഡന്റായിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന് കൈക്കൂലി നൽകിയെന്ന പുതിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ CV 4/2020/SIU-2 ആയി ഒരു രഹസ്യാന്വേഷണം നടത്തുകയുണ്ടായി. ഈ വിഷയത്തിൽ അഴിമതി നിരോധന നിയമം 1988 പ്രകാരമുള്ള പ്രാഥമിക അന്വേഷണത്തിന് അനുമതി നൽകുന്ന കാര്യം സർക്കാർ പരിശോധിച്ചു വരുന്നു. പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണറെ സമീപിച്ച വിവരം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്നതിനായി പുനർജനി പദ്ധതി പ്രകാരം വീട് വെക്കുന്നതിന് ധനശേഖരണാർത്ഥം നോർത്ത് പറവൂർ MLA ശ്രീ VD സതീശൻ വിദേശയാത്രകൾ നടത്തിയതിനെക്കുറിച്ചും വിദേശ ഫണ്ട് വാങ്ങിയതിനെക്കുറിച്ചും പുനർജനി പദ്ധതിയിലൂടെ തട്ടിപ്പ് നടത്തിയതിനെക്കുറിച്ചും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പരാതിയിൽ CV 3/2020/SIU-2 അന്വേഷണം നടത്തുകയുണ്ടായി. പ്രസ്തുത റിപ്പോർട്ടിൽ വിജിലൻസ് ഡയറക്ടർ ആവശ്യപ്പെട്ട പ്രകാരം ഈ 7/2020/CRE നമ്പറായി വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തിവരുന്നു. സർ, ചോദ്യം നമ്പർ 8 വിശദാംശങ്ങൾ അനുബന്ധമായി ചേർത്തിരിക്കുന്നു. ട്രാവൻകൂർ ടൈറ്റാനിയത്തിൽ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിന്മേൽ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ രജിസ്റ്റർ ചെയ്ത VC 1/2015 SIU-1 കേസിൻ്റെ അന്വേഷണം ഏറ്റെടുക്കാൻ CBIക്കാവില്ലെന്ന്
കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. കേസ് ഏറ്റെടുക്കാത്തതിന് പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. 1. ആരോപണ വിധേയമായ സംഭവം നടന്നത് 20 വർഷം മുൻപ് 2000-2001 ആയതിനാൽ മെഷീനറി സപ്ലൈ ചെയ്തതുമായി ബന്ധപ്പെട്ട രേഖകൾ വിദേശ കമ്പനികളായ ചേമാറ്റൂർ എക്കോ പ്ലാനിംഗ് ഫിൻലാൻഡ്, മെസേഴ്സ് AVI യൂറോപ്പ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്ന് ശേഖരിക്കുവാൻ പ്രയാസമായിരിക്കും. 2. മെക്കോൺ കമ്പനിയുമായി ബന്ധപ്പെട്ട ഭൂരിപക്ഷം സാക്ഷികളും ഇപ്പോൾ റിട്ടയർ ചെയ്യുകയോ കമ്പനി വിടുകയോ ചെയ്തിട്ടുള്ളതിനാൽ അവരെ കണ്ടുപിടിച്ച് മൊഴി രേഖപ്പെടുത്തുക പ്രയാസമാണ്. 3. സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നിർമ്മിക്കാനും പ്രസ്തുത കോൺട്രാക്റ്റ് മെക്കോൺ കമ്പനിക്ക് നൽകുന്നതിനുമുള്ള തീരുമാനമെടുത്തത് ഡയറക്ടർ ബോർഡാണ്. ആയതിനാൽ അതിൻ്റെ ഉത്തരവാദിത്വം നിശ്ചയിക്കുന്നത് പ്രയാസമായിരിക്കും. കൂടാതെ ഡയറക്ടർമാർ റിട്ടയർ ചെയ്തിട്ടുമുണ്ടാകും. 4. സംസ്ഥാന വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ മതിയായ രേഖകൾ ശേഖരിച്ചിട്ടില്ല. ഈ കേസിൽ വിദേശ കമ്പനികളുമായി ധാരണ ഉറപ്പിച്ച മുഖ്യ സൂത്രധാരനായ ആളിൻ്റെ മേൽവിലാസമോ മറ്റ് വിവരങ്ങളോ കണ്ടെത്താൻ സംസ്ഥാന വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല. ഇവയൊന്നും തന്നെ അന്വേഷണം ഏറ്റെടുക്കാതിരിക്കാൻ മതിയായ കാരണങ്ങളാവുന്നില്ല. സി. സോളാർ തട്ടിപ്പും അനുബന്ധ സാമ്പത്തിക ഇടപാടുകളും സംബന്ധിച്ച് ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളും ശുപാർശകളും പൊതുവിൽ അംഗീകരിച്ചുകൊണ്ടും തുടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ടും 8/11/2017 സാവു കൈ നമ്പർ 231/2017 ആഭ്യന്തരം പ്രകാരം ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപ്രകാരമുള്ള തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. ഡി. പാലാരിവട്ടം പാലം അഴിമതി സംബന്ധിച്ച് രജിസ്റ്റർ ചെയ്ത VC 1/2019 EKM കേസിൽ കുറ്റാരോപിതരായ ശ്രീ സുമിത് ഗോയൽ, മാനേജിംഗ് ഡയറക്ടർ RDS പ്രോജക്ട്സ് ലിമിറ്റഡ്, ശ്രീ T. തങ്കച്ചൻ, മുൻ അഡീഷണൽ ജനറൽ മാനേജർ RBDCK, ശ്രീ ബെന്നി പോൾ, ജോയിന്റ് ജനറൽ മാനേജർ കിറ്റ്കോ, ശ്രീ TO സൂരജ്, മുൻ പൊതുമരാമത്ത് സെക്രട്ടറി, ശ്രീ BV നാഗേഷ്, മാനേജിംഗ് പാർട്ണർ നാഗേഷ് കൺസൾട്ടൻസി ബാംഗ്ലൂർ, ശ്രീ VK ഇബ്രാഹിം കുഞ്ഞ്, മുൻ പൊതുമരാമത്ത് മന്ത്രി എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ശ്രദ്ധയിൽ വന്നിട്ടുള്ളവ പരിശോധിക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയുമാണ്. ശ്രീ DK മുരളി ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ ജെയിംസ് മാത്യു. പറഞ്ഞോളൂ സർ. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ലംഘിച്ച് നോർത്ത് പറവൂർ MLA ബർമിംഗ്ഹാം ഉൾപ്പെടെ വിവിധ വിദേശ രാജ്യങ്ങളിൽ സഹായം അഭ്യർത്ഥിച്ചതുമായി ബന്ധപ്പെട്ട വീഡിയോ ഈ സഭയുടെ മേശപ്പുറത്ത് അങ്ങയുടെ അനുമതിയോടുകൂടി ഞാൻ വെക്കുകയുണ്ടായി. ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിലെ ഒരു ആക്ഷൻ കൗൺസിൽ CBIക്ക് പരാതി നൽകി. പ്രസ്തുത പരാതി കഴമ്പുണ്ട് എന്ന് കണക്കിലെടുത്ത് CBI സംസ്ഥാന വിജിലൻസ് ഡയറക്ടർക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ആ പരാതിയുടെ ഉള്ളടക്കം സംബന്ധിച്ച് അന്വേഷണത്തിന് അനുമതി ആവശ്യപ്പെട്ട് സ്പീക്കർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബഹുമാന്യനായ സ്പീക്കർ കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ടു. ആ രേഖകൾ സംസ്ഥാന വിജിലൻസ് ഡയറക്ടർ ഹാജരാക്കുകയും അനുമതിക്ക് ആവശ്യമായ അംഗീകാരം നേടുകയും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സർ, ബഹുമാനായ സതീശൻ MLAയുടെ നേതൃത്വത്തിൽ വിദേശ പര്യടനം നടത്തി പ്രളയ ദുരിതാശ്വാസത്തിന് ഫണ്ട് ശേഖരിച്ച പരാതിയിൽ വിജിലൻസ് വകുപ്പ് അഴിമതി നിരോധന നിയമം
17A പ്രകാരം പ്രാഥമിക അന്വേഷണത്തിനുള്ള അനുമതി ബഹുമാനപ്പെട്ട സ്പീക്കറുടെ പക്കൽ നിന്നും തേടി സ്പീക്കർ അധിക രേഖകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന ചോദ്യം ഫയലിൽ ഉയർത്തിയിട്ടുണ്ട്. ഈ ഫയൽ വിജിലൻസിന് മടക്കിയിട്ടുണ്ട്. പബ്ലിക് സർവൻ്റ് എന്ന നിലയിൽ MLA ആയ VD സതീശൻ്റെ കാര്യത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തണമെങ്കിൽ വിജിലൻസിന് അധികാരപരിധിയുണ്ട്. എന്നാൽ വിദേശ സംഭാവന സ്വീകരിക്കൽ നിയമം 2010 പ്രകാരം ഒരു സാമാജികൻ അംഗീകാരമില്ലാതെ വിദേശ സംഭാവന സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനായുള്ള നടപടികൾ മുന്നോട്ട് നീക്കേണ്ടത് ആ നിയമത്തിൽ വിജ്ഞാപനം ചെയ്തിട്ടുള്ള ഏജൻസികളാണ്. ഈ നിയമത്തിൻ്റെ വകുപ്പ് 43 പ്രകാരം 1 കോടിയിൽ താഴെയുള്ള കേസുകൾ അതത് സംസ്ഥാന ക്രൈംബ്രാഞ്ചും അതിനു മുകളിൽ CBIയുമാണ് കൈകാര്യം ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഇവിടെ ഉന്നയിച്ച പരാതി സംബന്ധിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആക്ഷൻ കൗൺസിൽ നൽകിയ പരാതിക്ക് തുടർ നടപടി കാണുന്നില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ ആക്ഷൻ കൗൺസിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുന്നുണ്ടായി. അത് ഹൈക്കോടതി പരിഗണിക്കുന്ന സന്ദർഭത്തിൽ ഈ പരാതി സംസ്ഥാന വിജിലൻസിന് നൽകിയിട്ടുണ്ടെന്നും വിജിലൻസിന്റെ അന്വേഷണ ഘട്ടത്തിലാണ് ഇത് നിലനിൽക്കുന്നതെന്നും കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഘട്ടത്തിൽ ഇത് CBI അന്വേഷിക്കണം എന്നാവശ്യപ്പെടേണ്ടതില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ 1 കോടി രൂപയ്ക്ക് താഴെയാണോ ഈ നടത്തിയിട്ടുള്ള അഴിമതിയെന്നും അതിലുപരിയാണോ എന്നും പ്രാഥമികമായി അന്വേഷിക്കുകയും 1 കോടി രൂപയ്ക്ക് താഴെയാണെങ്കിൽ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചും അതിലുപരിയാണെങ്കിൽ CBIയും അന്വേഷിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായും ഉണ്ടാവുമോ? സർ, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിജിലൻസിന് ഫയൽ മടക്കിയിരിക്കുകയാണ്. ഇനി അതിൻ്റെ വിജിലൻസിൻ്റെ മറുപടി കിട്ടിയതിന് ശേഷം മറ്റു കാര്യങ്ങൾ പരിശോധിക്കാം. ശ്രീ M. സ്വരാജ്. അഴിമതി ഒരു വലിയ സാമൂഹ്യ ദുരന്തമാണ്. കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത് മന്ത്രിമാർക്കെതിരായ 96 കേസുകളാണ് ലോകായുക്തയുടെ മുൻപാകെ തന്നെ വന്നത്. ഉയർന്നു വരുന്ന അഴിമതികളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും വ്യാപ്തിയുള്ള കേസുകളിൽ നിയമപ്രകാരം കേന്ദ്ര ഏജൻസികളാണ് അന്വേഷണം നടത്തേണ്ടത്. ഇവിടെ പറഞ്ഞ മറുപടി അനുസരിച്ച് തന്നെ ടൈറ്റാനിയം കേസിൽ അങ്ങനെ അന്വേഷണം നടത്താൻ സാധിക്കില്ല എന്ന നിലപാട് കേന്ദ്ര ഏജൻസി സ്വീകരിച്ചിരിക്കുകയാണ്. അതിൽ ചിലരുടെ മേലുല്ലാസം അറിയില്ല എന്നൊക്കെ ഉള്ള ബാലിശമായ കാരണങ്ങളാണ് അവർ പറയുന്നത്. ചോദ്യമാണ്. വളരെ ഗൗരവമുള്ള ചോദ്യമാണ്. അപ്പോ ടൈറ്റാനിയം പോലെയുള്ള ഞാൻ ചോദിച്ചത് തീർക്കട്ടെ, ഞാൻ ചോദിച്ചത് അവസാനിപ്പിച്ചോട്ടെ. ടൈറ്റാനിയം പോലെയുള്ള ഗൗരവതരമായ സംസ്ഥാനത്തെ തന്നെ തകർക്കുന്ന അഴിമതി കേസുകളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി സ്വീകരിച്ചിട്ടുള്ള ഈ സമീപനം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളും അവരെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ നേതൃത്വവും കേരളത്തിലെ UDF നേതൃത്വവും ഏർപ്പെട്ടിട്ടുള്ള അവിശുദ്ധ സഖ്യത്തെ തുടർന്നാണ് എന്ന് വ്യാപകമായ സംശയം ഉയർന്നു വന്നിരിക്കുകയാണ്. ഇത് കേരളത്തിലെ തീവെട്ടിക്കൊള്ളകളെക്കുറിച്ച്, ഇത് കേരളത്തിലെ വൻ അഴിമതികളെക്കുറിച്ചുള്ള സുഗമമായ അന്വേഷണത്തിന് തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കേരളത്തെ തകർക്കും വിധമുള്ള വലിയ അഴിമതികളുടെ അന്വേഷണം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാനാകും എന്നാണ് ഗവൺമെന്റ് കരുതുന്നത്. സർ, ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ടതിന് മതിയായ കാരണങ്ങൾ സഹിതമല്ല ഇത് അന്വേഷിക്കാൻ പറ്റില്ല എന്ന നിലപാടെടുത്തിട്ടുള്ളത്. ഒന്ന്, ഇത്ര വർഷം മുൻപ് നടന്ന ഒരു സംഭവമായതുകൊണ്ട് അത് വിവരങ്ങൾ ശേഖരിക്കൽ പ്രയാസമായിരിക്കുമെന്ന് നടത്താതെ തന്നെ നിഗമനത്തിലെത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മെക്കോൺ കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകൾ റിട്ടയർ ചെയ്യുകയോ കമ്പനി വിടുകയോ ചെയ്തിന് അതുകൊണ്ട് അവരെ കണ്ടുപിടിക്കലോ മൊഴി രേഖപ്പെടുത്തലോ പ്രയാസമാണ് എന്ന് അതും
ഒരു മുൻധാരണയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ നിലപാടാണ് എന്ന് മാത്രമേ കാണാൻ പറ്റൂ. കാരണം അന്വേഷണത്തിൻ്റെ ഭാഗമായി റിട്ടയർ ചെയ്തവരായാലും അവരോട് ചോദിച്ചാൽ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒരു ഘട്ടത്തിൽ ഡയറക്ടർ ബോർഡിൽ ഉണ്ടായിരുന്നവർ അവരിൽ നിന്നെന്തെങ്കിലും വിവരം അറിയണമെങ്കിൽ ആ ഡയറക്ടർമാരോട് ചോദിച്ചാൽ സ്വാഭാവികമായി ലഭിക്കുന്നതേയുള്ളൂ. അത് പ്രയാസമായിരിക്കും എന്ന് ഇപ്പം തന്നെ ഒരു നിലപാടെടുക്കുന്നത് തങ്ങളിത് അന്വേഷിക്കില്ല എന്ന ഒരു നിലപാടിൻ്റെ ഭാഗമായി മാത്രമേ കാണാൻ പറ്റൂ. മാത്രമല്ല, ഈ കമ്പനിയുടെ കാര്യത്തിൽ വിദേശ ബന്ധങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇതിൽ അന്വേഷണം വിജിലൻസിന് പൂർത്തിയാക്കുന്നതിന് വിഷമം വരുന്നത്. അതുകൊണ്ടാണ് സാധാരണ നിലക്ക് CBI ഈ അന്വേഷണം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്. പക്ഷേ ആ മുഖ്യ സൂത്രധാരനായ ആളെ കണ്ടെത്താൻ പ്രയാസമാകുമെന്ന മട്ടിലാണ് അത് വിജിലൻസിന് കാണാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ എടുക്കില്ല എന്ന നിലപാടിലേക്ക് എത്തുന്നത്. ഇതെല്ലാം കാണിക്കുന്നത് ഇതിലെന്തോ ഒരു ദുരൂഹതയുണ്ട് എന്നാണ്. സാധാരണഗതിയിൽ CBI പോലുള്ളൊരു അന്വേഷണ ഏജൻസി സ്വീകരിക്കേണ്ട നിലപാടല്ല ഇത്. അത് എന്തുകൊണ്ട് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചു എന്നത് വ്യക്തതയില്ലാത്തതാണ്. ശ്രീ മുരളി പെരുന്നല്ലി. സർ, കഴിഞ്ഞ UDF ഭരണം അതൊരു കാലം തന്നെയാണ്. അഴിമതിയുടെ ഒരു പെരുമഴ കാലമായിരുന്നു ആ കാലഘട്ടം. അമ്പുകൊണ്ട് മുറിവേറ്റ് പിടയുന്നവരുടെ ഒരു കാലമായിരുന്നു സർ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് MS ചെന്നിത്തല, മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞ്, ഇവർ ആരോപണ വിധേയരായിട്ടുള്ള ബഹുമാനപ്പെട്ട അംഗം ശ്രീ മുരളി അങ്ങ് പ്രസ്താവന നടത്തരുത്, അങ്ങ് ചോദ്യം ചോദിക്കും. ചോദ്യത്തോടെ സ്റ്റേറ്റ്മെന്റ് ഇല്ല. ചോദ്യം ചോദിച്ചോളൂ. ടൈറ്റാനിയം അഴിമതി ശ്രീ ബഷീർ ഇരിക്കൂ. എന്താ ബഷീർ സംരക്ഷണം തരുന്ന ബഷീർ ഇരിക്കൂ. മാസ്ക് ഇല്ലാതെ സംസാരിക്കണം സർ. പുറത്താക്കണം. അങ്ങോട്ട് ഇരിക്കൂ. ശ്രീ മുരളി ചോദിക്കൂ. അപ്പൊ ഈ ശതകോടികളുടെ ആരോപണം പ്ലീസ് രാവങ്കൂർ ടൈറ്റാനിയം അഴിമതി കേസ് കേന്ദ്ര ഏജൻസി CBIക്ക് വേണ്ട. പ്ലീസ് ഇരിക്കരുത്. ബഷീർ ഇരിക്കൂ. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് സംസാരിക്കണം സാർ. പ്ലീസ് പുറത്താക്കണം. അങ്ങ് ചോദ്യം ചോദിക്കുന്നുണ്ടോ? ഇക്കരെ നിന്നൊരു മാരൻ ഇങ്ങനെ ഷൗട്ട് ചെയ്ത TV ഇബ്രാഹിമിനാണ് ബാധിക്കുക. അക്കരെ നിന്ന് CBI ഓടി വന്ന് ഇവിടെ ലൈഫ് മിഷൻ പദ്ധതി തകർക്കാനുള്ള അന്വേഷണം കൂടി നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പൊ UDFന്റെ ഈ അഴിമതി ഒളിപ്പിക്കാനും LDFന്റെ മുന്നേറ്റം തടയാനും ഇവിടെ ഒരേ തൂവൽ പക്ഷികൾ പോലെയാണ് കോൺഗ്രസും അതുപോലെ UDFും BJPയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ചോദ്യം, ഇവിടെ പൊളിറ്റിക്കൽ ഫണ്ട് അതുപോലെ ലീഗൽ ഫണ്ട് തുടങ്ങിയതൊക്കെ പിരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ നിലനിൽക്കുകയാണ്. അവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് 1 കോടി രൂപ കോഴ നൽകിയതിന് ഡിജിറ്റൽ തെളിവ് അതുപോലെ ബാറുടമുള്ള യോഗത്തിലാണ് കോഴ ആദ്യം വെളിപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഈ വിഷയം, ഈ ബാർ കോഴയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഈ പുതിയ വെളിപ്പെടുത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളതൊന്ന് വിശദീകരിക്കണം. സർ, ഈ അവസാനം അദ്ദേഹം ചോദിച്ചത് ബാർകോഴയെ പറ്റിയാണ്. അതിൽ ഞാൻ നേരത്തെ തന്നെ ഉത്തരം പറയുകയുണ്ടായി. ബാർ ഉടമയായ ശ്രീ ബിജു രമേശ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ബാർ ലൈസൻസ് ഫീസ് കൂട്ടാതിരിക്കാൻ അദ്ദേഹം കൈക്കൂലി കൊടുത്തു എന്ന ആരോപണമാണ് പുതുതായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രഹസ്യാന്വേഷണം നടത്തിയിട്ടുണ്ട്. അതിൽ പ്രാഥമിക അന്വേഷണത്തിന് അനുമതി നൽകുന്ന കാര്യം സർക്കാർ പരിശോധിച്ചു വരികയാണ്.
ആ കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യവും വ്യക്തമാക്കുകയുണ്ടായി. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണറെ സമീപിച്ച വിവരം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി ഇതിൽ പ്രാഥമിക അന്വേഷണത്തിന് അനുമതി നൽകുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് വരുന്ന അവസ്ഥയാണ്. ശ്രീ കെ വി വിജയദാസ് പകരം ശ്രീ ടി വി രാജേഷ്. എംഎൽഎമാരിൽ ചിലർ കള്ളപ്പണ ഇടപാട് നടത്തുന്ന ഗുരുതരമായ വിഷയമാണ് പുറത്തു വന്നിട്ടുള്ളത്. എറണാകുളത്തെ ഒരു പ്രമുഖ കോൺഗ്രസ് എംഎൽഎ അഴിമതിക്കെതിരായി നിരന്തരമായി സംസാരിക്കുന്ന വളരെ കാപട്യപരമായ നിലപാട് സ്വീകരിക്കുന്ന അദ്ദേഹം എടപ്പള്ളിയിലെ ഒരു കുടുംബത്തെ സഹായിക്കാൻ ഒരു സ്വത്തിടപാട് കേസിൽ മാധ്യസ്ഥം വഹിച്ച് 80 ലക്ഷം രൂപ, ഞാൻ ചോദിക്കട്ടെ, 80 ലക്ഷം രൂപ നേരിട്ട് കൈമാറുന്നതിന് സാക്ഷ്യം വഹിച്ചു എന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് സാർ പുറത്തു വന്നിരിക്കുന്നത്. ആദായ നികുതി ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോ അദ്ദേഹം അവിടുന്ന് സ്ഥലം വിടുകയും ചെയ്തു. സാർ മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സ്വർണ്ണം കിട്ടുമായിരുന്നു. സാർ അമ്മാതിരി ഓട്ടമാണ് അവിടെ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. സാർ ഇവിടെ മറ്റൊരു വിഷയം കൂടി വന്നിരിക്കുകയാണ്. വിദേശത്ത് പോയി വൻതോതിൽ പണം സമാഹരിക്കുക. നേരത്തെ അഴീക്കോട് എംഎൽഎ പണം സ്വീകരിച്ച് കുറച്ചു പേർക്ക് ധനസഹായം കൊടുത്തു. അതോടൊപ്പം തന്നെ പറവൂർ എംഎൽഎയും വിദേശത്ത് പോയിട്ട് പണപ്പിരിവ് നടത്തുകയാണ്. ഇത്തരത്തിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ PMLA ആക്ട് പോലും ലംഘിച്ചുകൊണ്ട് MLAമാർ നടത്തുന്ന കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച്, തൃക്കാക്കര MLA നടത്തുന്ന കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകുമോ? രാഷ്ട്രീയത്തിലെ ഇത്തരം കള്ളനാണയങ്ങളെ തുറന്നു കാണിക്കാൻ എന്ത് നിലപാടാണ് സർക്കാർ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? സർ, ഇത് വ്യത്യസ്ത സംഭവങ്ങളാണ്. ആ വ്യത്യസ്ത സംഭവങ്ങളെ ഒരേ രീതിയിലാണ് ബഹുമാനായ അംഗം കണ്ടുകൊണ്ട് ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, ഒരു കൃത്യമായി കൈക്കൂലി നടന്നുവെന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതിയുടെ മേലെയുള്ള അന്വേഷണമാണ്. അത് ഒരു തരത്തിലും നടക്കാൻ പാടില്ലാത്തതും സ്വാഭാവികമായുള്ള അന്വേഷണ രീതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. അത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരുമായി ഒരു 90 ലക്ഷത്തിൻ്റെ സാമ്പത്തിക തിരിമറിയും നികുതി വെട്ടിപ്പും നടത്തിയതുമായി ബന്ധപ്പെട്ട് ഒരു പ്രാഥമിക അന്വേഷണം നടന്നു വരുന്നു എന്നുള്ളതാണ്. അത് സാധാരണഗതിയിൽ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ഈ വിദേശത്ത് നിന്ന് വിദേശയാത്ര നടത്തി അവിടെ നിന്ന് ഫണ്ട് സ്വീകരിച്ചു എന്ന ഒരു പ്രശ്നമാണ്. അതുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ വിജിലൻസിനുള്ള പരിമിതിയെക്കുറിച്ച് നേരത്തെ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ മറ്റു കാര്യങ്ങൾ പിന്നീട് പരിശോധിക്കേണ്ടതാണ്. ശ്രീ കാരാട്ട് സർ. സർ, കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം സ്വാഭാവികമായിട്ടും ഇരട്ടത്താപ്പാണ്. മുൻ സർക്കാരിൻ്റെ കാലത്ത് ഹരിപ്പാട് സ്വാശ്രയ മെഡിക്കൽ കോളേജിന് കെട്ടിടം നിർമ്മിക്കാൻ കൺസൾട്ടൻസി കരാർ നൽകിയതിൽ വൻ ക്രമക്കേട് നടന്നതായുള്ള വിജിലൻസിന്റെ കണ്ടെത്തലിന്മേൽ എന്ത് നടപടികളാണ് സ്വീകരിച്ചതെന്ന് വിശദമാക്കാമോ? ഏത് കാര്യത്തിൽ സർ? ഏത് കാര്യത്തിലാന്ന് വ്യക്തമില്ല. സർ, പ്രതിപക്ഷ ഡൽഹിയിലേക്ക് പോയിട്ട് ഫാസിസത്തെ പിടിച്ചു കെട്ടാൻ കാര് കിട്ടാത്തതുകൊണ്ട് തിരിച്ച് കേരളത്തിലെ പ്രതിപക്ഷ നേതാവാൻ തയ്യാറെടുക്കുന്ന ഒരാളുണ്ട്, ബഹുമാന്യനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അദ്ദേഹത്തിനെതിരെ തൃശ്ശൂരിൽ 127 ഏക്കർ ഭൂമി തരമാറ്റി കൊടുത്തുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണമുണ്ട്. അതിന്റെ അന്വേഷണം എന്തായി എന്നറിയണം. അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ MP നേരത്തെ റേഷൻ മൊത്തവിതരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടത്തിയ അഴിമതി, ഈ രണ്ട് അഴിമതിയുടെയും ഇപ്പോഴത്തെ അന്വേഷണ സ്ഥിതി എന്തെന്ന് അറിയാൻ താല്പര്യമുണ്ട്. സർ, ഇതില് ബഹുമാനായ അംഗം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അതിൻ്റെ ഏത് സ്റ്റേജിലാണ് കിടക്കുന്നതെന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയുന്നില്ല. ശ്രീ ജോർജൻ തോമസ് പ്രകാരം CA പ്രദീപ് കുമാർ. സർ, കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് വൻതോതിൽ നടന്ന അഴിമതി പരമ്പരകളെ സംബന്ധിച്ചുള്ള സംവാദമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
സർ, ആ നിയമസഭാ കാലത്ത് തന്നെ വസ്തുതകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഒട്ടനവധി ആക്ഷേപങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു അന്നത്തെ ഈ നിയമസഭയിൽ പ്രതിപക്ഷാംഗമായിരുന്ന ശ്രീ വി ശിവൻകുട്ടി MLA ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആരോപണം. അന്നത്തെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ അനൂപ് ജേക്കബ് നടത്തിയ 36.5 കോടി രൂപയുടെ അഴിമതിയെക്കുറിച്ച് തെളിവുകൾ സഹിതം ഇവിടെ ഉന്നയിക്കുകയുണ്ടായി. സർ, അത് വിജിലൻസിന്റെ ത്വരിതാന്വേഷണം നടന്ന് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുമ്പൊരു സഭാ സമ്മേളനത്തിൽ ഇവിടെ വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നു. ആ വൻ അഴിമതിയുടെ അന്വേഷണത്തിന്റെ ഇപ്പോഴുള്ള സ്ഥിതി എന്താണ് എന്ന് വിശദമാക്കാമോ? സർ, അതൊക്കെ രേഖ വെച്ച് മറുപടി പറയേണ്ട പ്രശ്നങ്ങളായതുകൊണ്ട് അത്തരം രേഖകൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ്, ഇപ്പോഴില്ലാത്തത് കൊണ്ടാണ് മറുപടി പറയാൻ പറ്റാത്തത്. ഒരു കാലത്തെ പറ്റി പറഞ്ഞാൽ പല കാര്യങ്ങൾ ആ കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ചൊക്കെ അതേ രീതിയിൽ മറുപടി പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പ്രത്യേകമായ ചോദ്യം വന്നാൽ മാത്രമേ അതിൻ്റെ വിവരങ്ങൾ കൃത്യമായി പറയാൻ സാധിക്കൂ. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട രേഖകൾ എൻ്റെ കയ്യിലില്ല. അക്കാലത്ത് കൗണ്ടർ തുറന്നു എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ പരസ്യമായി ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ അതൊന്നും ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയുന്നതല്ല. ശ്രീ വി കെ പ്രശാന്ത്. ഇല്ലേ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള കേസുകൾ ചാർജ് ചെയ്തിരുന്നു. അതിന്റെ നിലവിലെ സ്ഥിതിയെ സംബന്ധിച്ചും അതുപോലെ തന്നെ ആ കേസിന്റെ പുരോഗതിയെ സംബന്ധിച്ചും വിശദമാക്കാം. നേരത്തെ ഉണ്ടായ ചില പ്രശ്നങ്ങളിൽ ഗൗരവമായി ആരോപണങ്ങൾ ഉയർന്നു വന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ വിവിധ തലങ്ങളിൽ നടന്നു വരുന്നുണ്ട്. അതിൽ കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ നേരത്തെ മറുപടിയിൽ രേഖപ്പെടുത്തിയത്. മറ്റു കാര്യങ്ങളും വിവിധ ഘട്ടത്തിൽ കിടക്കുകയാണ്. സർ, ഇത്തരമൊരു ചോദ്യവും ഇത്തരം ഉത്തരവും എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സർ, കേരളത്തിലെ പ്രതിപക്ഷം ഈ ഗവൺമെന്റിനെതിരായി നിരന്തരമായ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ആരോപണങ്ങളിൽ അഴിമതിയിലും മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അഴിമതിയിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി പ്രതിപക്ഷവും ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പാഴ്വേലയാണ് സാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാർ, ഇവിടെ ഞാന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞു, ഗവർണറെ ഞാൻ സമീപിച്ചു. ശരിയാണ് സാർ. കാരണം ഈ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട ഈ ആരോപണങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം അന്വേഷിച്ചിട്ടുള്ളതാണ്. 2 തവണ അന്വേഷിച്ചിട്ടുള്ളതാണ്. ഇതിനാധാരമായിട്ടുള്ള ഒരു CD-യിലാണ് എന്റെ പേര് പരാമർശിക്കുന്നത്. ഈ ഗവൺമെന്റും കഴിഞ്ഞ ഗവൺമെന്റും അന്വേഷിച്ചിട്ട് ആ CD ഫേക്ക് ആണെന്ന് കണ്ടെത്തിയിട്ടുള്ളതാണ്. കോടതിയിൽ ഇപ്പോൾ ഈ കേസ് നിലനിൽക്കുകയാണ്. അത് റിപ്പോർട്ടുകൾ ഈ ഗവൺമെന്റും കഴിഞ്ഞ ഗവൺമെന്റും സമർപ്പിച്ചിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ അടിസ്ഥാനരഹിതമായ ഒരു കാര്യം നിയമപരമായി ഗവൺമെന്റ് ചെയ്യുമ്പോൾ നിയമപരമായി വേണം ചെയ്യാൻ. ഗവൺമെന്റ് അന്വേഷിക്കുമ്പോൾ അത് നിയമപരമാകണം. അത് സബ്ജുഡീസ് ആണ്. അത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ പറയുന്നു, ഇത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത്. സത്യവുമായി ഒരു ബന്ധവുമില്ലാത്തതാണ്. ഞാൻ ആരുടെ കയ്യിൽ നിന്നും കോഴ വാങ്ങിയിട്ടില്ല, ചോദിച്ചിട്ടില്ല. അവസാനിപ്പിക്കാം. ഈ വളരെ ബോധപൂർവമായി പ്രതിപക്ഷത്തെ അപമാനിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ്. ഇത്തരം ഏത് അന്വേഷണം നടത്തിയാലും ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ല എന്ന് പറയാൻ ചോദ്യം ചോദിക്കും. ഏത് അന്വേഷണം സർ, ഞാൻ അവസാനിപ്പിക്കാം. 5 വർഷക്കാലം നിങ്ങൾ എന്തെല്ലാം അന്വേഷിച്ചു? ദയവായിട്ട് അങ്ങേക്ക് ഏത് സമയത്തും പ്രസംഗിക്കാൻ ചോദ്യോത്തര വേളയിൽ ഇത്രയും നേരം അവിടെ അപ്പുറത്തുള്ള ആളുകൾ ചോദ്യം ചോദിച്ചോളൂ. അങ്ങ് പറയാ കേട്ടില്ലേ? അല്ല, അങ്ങ് ചോദിച്ചോളൂ. അങ്ങ് ഇതിന്റെ കൂട്ടാളിയായി അങ്ങ് ചോദിച്ചോളൂ. അങ്ങ് ഗവർണർ പരിശോധിക്കുകയാണ്. പക്ഷെ അങ്ങ് അതിന് അനുമതിയും കൊടുത്തു. അതിന് ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. ഏത് അന്വേഷണം വേണമെന്ന് നടക്കട്ടെ. എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കേസ് 2 ഗവൺമെന്റുകൾ അന്വേഷിച്ചു ഫേക്കാണെന്ന് തെളിഞ്ഞ ഒരു CD, അതിനെ സംബന്ധിച്ച് ഒരു പെറ്റീഷൻ എഴുതി വാങ്ങി
ഞങ്ങൾ അഴിമതി ആരോപണങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ ഉന്നയിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചാരോപണം ഉന്നയിക്കുന്ന വില കുറഞ്ഞ രാഷ്ട്രീയം ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. സർ, ആദ്യം എനിക്ക് പറയാനുള്ളത്, ബഹുമാനായ പ്രതിപക്ഷ നേതാവ് വിശദമായൊരു ചോദ്യം ചോദിക്കുന്നു. സ്വാഭാവികമായി അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ പറയണം. എന്തിനാണ് സർ അവിടെ വലിയ ബഹളം നടന്നത്? ഇപ്പുറത്ത് നിങ്ങൾ സർ, ഇവര് പ്ലീസ് ഞാൻ ആ സമയത്ത് തിരിഞ്ഞു നോക്കി, ഇവിടെ ആരെങ്കിലും വല്ല എഴുന്നേറ്റ് നിന്ന് എന്തെങ്കിലും ഒരു ബഹളവും ഇല്ല. സർ, നിങ്ങൾ കേൾക്കൂ, ഉത്തരം കേൾക്കൂ. ഭരണപക്ഷത്ത് നിന്ന് യാതൊരു ബഹളവും പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ കാണിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് ശാന്തമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നതിന് എന്തിനാണ് അവർ തന്നെ ബഹളം കാണിച്ചത്? സർ, ഇതാണ് ഗൗരവമായി പ്രതിപക്ഷ നേതാവ് തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഇവിടെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലെ ആദ്യ ഭാഗം, സർ, അത് വളരെ വിചിത്രമായ ഒരു ഭാഗമാണ്. ഈ കേരളത്തിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങളുടെയും ഓർമ്മശക്തിയെ ചോദ്യം ചെയ്യുന്നൊരു കാര്യമാണ്. സർ, ഈ കേരളത്തിൽ 2011 മുതൽ 2016 വരെ എന്താണ് നടന്നിരുന്നത് എന്ന് എല്ലാവരും മറന്നുപോയി എന്നാണോ പ്രതിപക്ഷ നേതാവ് കരുതുന്നത്? സർ, അഴിമതിയുടെ കൂത്തരങ്ങായിരുന്നില്ല. ഏതെങ്കിലും ഒരു രംഗം ഒഴിവുണ്ടായിരുന്നു? ഏതെങ്കിലും ഒരു രംഗം മാറ്റം ഉണ്ടായിരുന്നു? എത്ര വലിയ അഴിമതിയായിരുന്നു? ഏതെല്ലാം നിലയിലായിരുന്നു? സർ, അതിന്റെ ഒരു ഭാഗമാണ് സർ, അതിന്റെ ഒരു ഭാഗമാണ് നേരത്തെ ഞാൻ പറഞ്ഞ കൗണ്ടറുമായി ബന്ധപ്പെട്ടത്. ഏതെല്ലാം തരത്തിലുള്ളത്? സർ, എന്തായിരുന്നു ഈ നാടിന്റെ ധാരണ? എന്താ നിങ്ങളെക്കുറിച്ച് നാട് ധരിച്ചിരുന്നത്? സർ, ഇത് ഈ നാടിനൊരു ശാപമായി എന്ന് കണക്കാക്കിയതായിരുന്നില്ലേ ജനങ്ങൾ? ആ കാലം മറന്നുപോകുകയാണ്. ആ കാലത്തെക്കുറിച്ച് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചിലര് ഉന്നയിച്ചാൽ അത് മറ്റെന്തെങ്കിലുമുള്ളൊരു മറുപടിയായിട്ടാണോ കാണേണ്ടത്? സർ, നമ്മുടെ സംസ്ഥാനം 2016 മുതൽ ഇന്ന് വരെ നേടിയിട്ടുള്ള യശസ് അത് നിങ്ങളുടെ മനോവ്യാപാരത്തിനനുസരിച്ച് തകർക്കാൻ കഴിയുന്നതല്ല. എന്തെല്ലാം നോക്കി, ഏതെല്ലാം ശ്രമങ്ങൾ നടത്തി നോക്കി. അതിന് വിഷമമുണ്ടല്ലേ? ആ വിഷമം മനസ്സിൽ വെച്ചാൽ മതി. ആ വിഷമം ഈ നാട് അംഗീകരിക്കില്ല. എന്തിനൊക്കെയാണ് ശ്രമിച്ചത്? ഏതിനായിരുന്നു ശ്രമിച്ചത്? സർ, ഈ കാര്യത്തിൽ അങ്ങ് ചോദിച്ചതിന് മറുപടി അല്ലേ പറഞ്ഞു? അദ്ദേഹത്തിന് സംസാരിച്ചല്ലോ. എനിക്ക് പറയാൻ പാടില്ല. അങ്ങ് ചോദിച്ചതിന് മറുപടി അല്ലേ? ആരാണിത് പറഞ്ഞത്? ആരാണിത് പറഞ്ഞത്? അങ്ങ് ഉന്നയിച്ച കാര്യങ്ങളല്ലേ പറഞ്ഞു? അങ്ങ് പറയും. ചോദ്യത്തിന്റെ രീതിയിലല്ലാതിരിക്കുമ്പോൾ അതിന് അർഹമായ മറുപടി പറയണ്ടേ? ചോദ്യത്തിന്റെ സ്പിരിറ്റിൽ നിന്ന് മാറി പ്രസ്താവനാ രൂപത്തിൽ വരുമ്പോ മറുപടിയും പ്രസ്താവനാ രൂപത്തിൽ വരും. സ്വാഭാവികമല്ലേ അത്? അല്ലെങ്കിൽ എനിക്ക് കാര്യങ്ങൾ വിശദമാക്കണ്ടേ? അപ്പം അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾക്കാണ് ഞാൻ മറുപടി പറയുന്നത്. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച കാര്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യതയാണ് ഞാൻ നിറവേറ്റുന്നത്. സർ, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒന്നിനെയും ആശങ്കപ്പെടേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. സർ, ഉളുപ്പ് എന്ന് പറയുന്ന ഒന്നില്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും ചിരിക്കാൻ പറ്റുന്നത്. അത് മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ കൈകൊണ്ട് കരണത്തടി കൊണ്ടവരാണ് ഇവിടെ ഇരിക്കുന്നത്.
ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു ഇറങ്ങിയിരുന്നത്? ഞങ്ങളൊക്കെ പിടിച്ചടക്കി കളയുന്ന മട്ടിലായിരുന്നില്ലേ പുറപ്പെട്ടത്? എന്തായി ഇപ്പോ വീണ്ടും തുടങ്ങി നോക്കുകയാണ്. ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചോദ്യം ചെയ്യരുത്. ജനങ്ങളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തുന്നത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചവർ, അഴിമതി തൊട്ടു തീണ്ടാത്തവരെ കുറിച്ച് ഇതാ അഴിമതി 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 എന്ന് പറഞ്ഞാൽ ജനമത് അംഗീകരിക്കുമോ? സർ, അതാണ് ഇവിടെ കാണുന്നത്. അത് മനസ്സിലാക്കണമെന്നേ പറയാനുള്ളൂ. ജോൺ ഫെർണാണ്ടസ്. നിലവിലുള്ള നിയമ സംവിധാനങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങൾ മനസാക്ഷിയുടെ കോടതിയിൽ അംഗീകാരം തേടിക്കൊള്ളാം എന്ന് പറഞ്ഞ ഒരു മുൻ മുഖ്യമന്ത്രി ഇവിടെ ഇരിപ്പുണ്ട് സാർ. അദ്ദേഹത്തിന്റെ കാലത്ത് നടന്ന 5 വർഷക്കാലത്തെ അഴിമതിയിൽ മാത്രമല്ല, ഇപ്പോൾ ചില ഓട്ടക്കാരൻ MLA-മാര് ഓഡിയോ അതിനെ സംബന്ധിച്ച് ഇവിടെ വാർത്തകൾ വന്നു. സാർ, എറണാകുളം ജില്ലയിലെ കോർപ്പറേഷൻ 57-ാം ഡിവിഷൻ എളംകുളം ഭാഗത്ത് അന്നത്തെ മേയറുടെ ചേംബറിൽ ബഹുമാനപ്പെട്ട തൃക്കാക്കര MLA അടക്കം ഇരുന്ന് ആലോചിച്ചെടുത്ത നിലവിലുള്ള തണ്ണീർത്തട നിയമത്തിനെ അട്ടിമറിക്കാൻ വേണ്ടി എടുത്ത നടപടിയുടെ ഭാഗമായി 20 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട് സാർ. അത് സംബന്ധിച്ചുള്ള വിജിലൻസ് അന്വേഷണം എവിടം വരെ എത്തി എന്ന് സംബന്ധിച്ച് സഭയെ അറിയാൻ ആഗ്രഹമുണ്ട്. സാർ, ഓട്ടക്കാരൻ MLA താൻ ന്യായീകരിച്ചുകൊണ്ടാണ് പലപ്പോഴും വരുന്നത്. വലിയ ശുദ്ധനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹം ഓഡിയോ വഴി ചാട്ടക്കാരൻ പറയരുത്. യഥാർത്ഥത്തിലുള്ള പേര് വേണമെങ്കിൽ അതെങ്കിൽ പറയാം. ഓട്ടക്കാരൻ MLA ഓട്ടക്കാരൻ എന്നല്ലാതെ പിന്നെ വേറെ എന്താ സാർ വിളിക്കുക? സാർ, ആ വിജിലൻസ് കേസ് എന്താണ് സർക്കാരിന് പറയാനുള്ളത്? സർ, ബഹുമാനായ അംഗം ഒരു പ്രത്യേക സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുവെന്നാണ് പരാമർശിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ സമയത്ത് വിവരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ കഴിയില്ല. VD സതീശൻ. സർ, ഈ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി അംഗങ്ങൾക്കെതിരായി അഴിമതി ആരോപണം ഉന്നയിച്ച് ചോദ്യോത്തരവേളയെ പങ്കിലമാക്കിയ അപൂർവമായ ഒരു കീഴ്വഴക്കമുണ്ടായതിൽ ഒരു നിയമസഭാ അംഗം എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ ദുഃഖവും പ്രതിഷേധവും ഇവിടെ രേഖപ്പെടുത്തുകയാണ്. സർ, ഇവിടെ വ്യക്തിപരമായ പരാമർശം ഉന്നയിച്ചുകൊണ്ടൊരു ചോദ്യവും അതിനെ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചയും ഇവിടെ നടന്നു. സർ, എനിക്കെതിരായിട്ടുള്ള ഒരു ആക്ഷേപം ഇവിടെ നിയമസഭയിൽ ഉന്നയിക്കുകയും ഞാനതിന് മറുപടി പറയുകയും ചെയ്തു. പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ വീടുകൾ തകർന്ന കേരളത്തിലെ ആദ്യത്തെ നിയോജക മണ്ഡലം എൻ്റേതാണ്. അവിടെ പ്രളയത്തിൽ സർക്കാർ വീട് നിർമ്മിക്കുന്നതോടൊപ്പം തന്നെ പുനർജനി എന്ന പേരിൽ 200ഓളം വീടുകൾ എൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച് പൂർത്തിയാക്കുകയാണ്. 200ാമത്തെ വീടിൻ്റെ താക്കോലാണ് ഈ മാസം കൊടുക്കാൻ പോകുന്നത്. കേരളത്തിൽ ഒരു നിയോജക മണ്ഡലത്തിലും ഒരു MLA-യുടെ നേതൃത്വത്തിലും അത്രയും വീടുകൾ പണിതിട്ടില്ല. സാർ, ഞാൻ ഈ വീടുകൾ നിർമ്മിക്കാൻ സ്വദേശത്തും വിദേശത്തുമുള്ള ആളുകൾ ധാരാളമായി, വിദേശത്തുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ധാരാളമായി സഹായിച്ചിട്ടുണ്ട്. വിദേശത്തുള്ള ഒരു മലയാളി 25 വീടുകൾ എൻ്റെ നിയോജക മണ്ഡലത്തിൽ നൽകിയപ്പോൾ അതിന്റെ താക്കോൽ കൊടുക്കാൻ വന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. സാർ, എനിക്ക് ഈ പുനർജനിക്ക് ഒരു അക്കൗണ്ട് പോലും ഇല്ല. ഒരാളുടെ കയ്യിൽ നിന്നും വിദേശത്ത് നിന്നും സ്വദേശത്ത് നിന്നും 1 രൂപ പോലും വാങ്ങിക്കാതെ പുനർജനി ഫെസിലിറ്റേറ്ററായി നിന്നുകൊണ്ടാണ് വരുന്ന ആളുകൾക്ക് അവർ നേരിട്ട് വീട് നിർമ്മിക്കുമെങ്കിൽ അവർ നേരിട്ട് നിർമ്മിക്കും. അവർ പണമായിട്ടാണ് വരുന്നതെങ്കിൽ ലോക്കൽ ഞങ്ങളൊരു കോൺട്രാക്ടർമാരുടെ പാനൽ ഉണ്ടാക്കി ആ കോൺട്രാക്ടർമാരെ ഏൽപ്പിക്കും. അവർ നേരിട്ട് പണം അവർ നൽകും. ഇങ്ങനെ ചെയ്ത ഒരു പദ്ധതിയെ സംബന്ധിച്ച് ആദ്യം ഗവൺമെന്റിന്റെ മുന്നിൽ ഈ നിയമസഭയിൽ ഉണ്ടായ ഒരു ആരോപണത്തെ തുടർന്ന് ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് വിജിലൻസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. സർ, മുഖ്യമന്ത്രി ഇവിടെ വിശദീകരിച്ചതുപോലെ വിജിലൻസ് ആദ്യത്തെ പരാതി സംസ്ഥാന സർക്കാരിന് അയക്കുകയും ആഭ്യന്തര വകുപ്പ് അത് പരിശോധിച്ച് ഇതിൽ കഴമ്പില്ല എന്ന് പറഞ്ഞ് അത് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തു. സർ, രണ്ടാമത് വീണ്ടും ഒരു പരാതി വാങ്ങിച്ചിട്ടാണ് ആ പരാതിയാണ് ബഹുമാനപ്പെട്ട സ്പീക്കറുടെ അടുത്ത് വന്നത്. സ്പീക്കർ അതിന് അനുമതി നൽകാൻ തക്കതായ കാരണങ്ങൾ അതിൽ ഇല്ല എന്ന് കണ്ടതുകൊണ്ടാണല്ലോ അദ്ദേഹം കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നൽകണമെന്ന് അന്വേഷണ ഏജൻസിയോട് ആവശ്യപ്പെട്ടത് മടക്കി അയച്ചത്. സർ, ഇത് രണ്ടാമത്തെ കാര്യം. എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, ഇത് സംബന്ധിച്ച് എന്റെ നിയോജകമണ്ഡലത്തിൽ ഒരു ആക്ഷൻ കൗൺസിലും കോടതിയിൽ പോയിട്ടില്ല. പക്ഷേ കുറച്ച് ആളുകൾ കോടതിയിൽ പോയി. സാർ,
നമ്മുടെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ മുൻപാകെ എനിക്കെതിരെ ഈ കാര്യത്തിൽ CBI അന്വേഷണം വേണം. മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞതുപോലെ വിജിലൻസ് നിലനിൽക്കില്ല, FCRA വയലേഷൻ ആണ്, അതുകൊണ്ട് CBI അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയപ്പോൾ സിംഗിൾ ബെഞ്ച് അഡ്മിഷൻ സ്റ്റേജിൽ തന്നെ അത് തള്ളി. മൂന്നാമത്തെ കാര്യം സർ, നാലാമത് അവര് തന്നെ സർ, ഞാൻ എന്റെ ചോദ്യമാണ് മുഖ്യമന്ത്രിയോട്. നാലാമത്തത് ഡിവിഷൻ ബെഞ്ചിൽ സാർ വീണ്ടും ഈ കേസുമായി എനിക്കെതിരായി CBI അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞു. ഇവിടെ മെമ്പർ ചൂണ്ടിക്കാണിച്ചതുമല്ല സാർ, തെറ്റായ വിവരം ചോദ്യത്തിന് ഉന്നയിച്ച എനിക്ക് പറയണ്ടേ, ഞാൻ എവിടെ പോയി പറയും സാർ ഇവിടെ? അപ്പോൾ CBI കൂടി കക്ഷി ചേർത്തിരുന്നു. CBI കോടതിയിൽ രേഖപ്പെടുത്തിയത് ഞങ്ങൾ പ്രാഥമിക അന്വേഷണം നടത്തി, ഇതിൽ CBI അന്വേഷിക്കേണ്ട ഒരു കേസും ഇല്ല എന്ന് പറഞ്ഞു. സാർ, ഡിവിഷൻ ബെഞ്ചും അഡ്മിഷൻ സ്റ്റേജിൽ തന്നെ തള്ളിയ ഒരു കേസ് 4 പ്രാവശ്യം 4 വ്യത്യസ്തമായ തലങ്ങളിൽ ചർച്ച ചെയ്ത ഒരു കേസാണ് ഇത്. സാർ, ഈ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും സിംഗിൾ ബെഞ്ചും ഈ കേസ് അഡ്മിഷൻ സ്റ്റേജിൽ തന്നെ തള്ളിയ കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നാണ് എന്റെ മുഖ്യമന്ത്രിയോടുള്ള ചോദ്യം. സർ, ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനായ അംഗത്തിന് വിശദമായി പറയാനുള്ള ഒരു അവസരം അദ്ദേഹം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്നോട് ചോദ്യം അദ്ദേഹം ഉദ്ദേശിച്ചില്ല എന്നാണ് തോന്നുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ വി ജോയ് സർ, ഈ ലൈഫ് മിഷന്റെ ഫ്ളാറ്റ് സർ, ലൈഫ് മിഷന്റെ ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേസിനെ കുറിച്ച് അങ്ങ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. സംസ്ഥാന സർക്കാരിന്റെ പ്രധാന പദ്ധതികളുടെ നടത്തിപ്പ് പരിശോധിക്കുന്നതിന് കേന്ദ്ര ഏജൻസികൾക്ക് അധികാരമുണ്ടോ? സർക്കാരിന്റെ ഭരണനിർവഹണത്തിലേക്ക് കേന്ദ്ര ഏജൻസികൾ കൈകടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സർ, ഇത് ഒരു പ്രത്യേക വിഷയമാണ്. ഇത് സംസ്ഥാന സർക്കാർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയവുമാണ്. ഈ സമൂഹം വളരെ ജാഗ്രതയോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. സാധാരണ നില വിട്ടുകൊണ്ട് നമ്മുടെ കേന്ദ്ര ഏജൻസികൾ പല കാര്യങ്ങളിലും നീങ്ങുന്നു എന്നുള്ളതാണ് അനുഭവം. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഉയർന്നു വന്നൊരു ചോദ്യമാണിത്. അത് സർക്കാരിന്റെ ശ്രദ്ധയിലുള്ളത് തന്നെയാണ്. ജീവനാംശം കിട്ടിയ പണമാണ് സാർ എന്റെ മണ്ഡലത്തിൽ നീലേശ്വരത്തെ MP നസീമക്ക് ജ്വല്ലറി തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടത്. കാഞ്ഞങ്ങാട് ഇട്ടമ്മലിലെ ഫിറോസ് ഖാന് മരിച്ച മകന്റെ ഇൻഷുറൻസ് തുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലഭിച്ച തുകയാണ് തട്ടിപ്പ് സംഘം കൊണ്ടുപോയത്. 800ഓളം പരാതിക്കാരാണ് സാർ ഉള്ളത്. ഇവർ ഈ പരാതി നൽകിയ ഘട്ടത്തിൽ ഇപ്പോ അടുത്ത കാലത്ത് ഉയർന്നു വരുന്ന സർക്കാരിന് മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഉയർന്നു വരുന്ന അപവാദ പ്രചരണങ്ങൾ, അങ്ങനെ ആ യുദ്ധത്തിൽ തങ്ങളുടെ ആവനാഴിയിൽ അസ്ത്രശേഖരം കാരിയായപ്പോ പുതിയ ആക്ഷേപമായിട്ടാണ് രംഗത്ത് വരുന്നത്. കാരണം ഈ പുതുതായി വരുന്ന കേസുകളും അറസ്റ്റൊക്കെ തന്നെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നതാണ് ഇവരുടെ ആരോപണം. സർ, ഇവിടെ 800ഓളം പരാതിക്കാരിൽ 99% ഒരു പാർട്ടിയിൽ മുസ്ലിം ലീഗിൽ വിശ്വസിക്കുന്നവരാണ് സാർ. തട്ടിപ്പ് നടത്തിയത്, വഞ്ചന നടത്തിയത് മുസ്ലിം ലീഗിന്റെ നേതാക്കളാണ് സാർ, നമ്മുടെ MLA ഉൾപ്പെടെ. അപ്പോ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഇതിനോട് സർക്കാരിനുള്ള പ്രതികരണം എന്താണ്? അതോടൊപ്പം തന്നെ ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് തങ്ങളുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള ഏണി മാറ്റി ഒരിക്കട്ടിക്ക് ചേർന്ന അതാണ് ചോദ്യം. സർ, ചോദ്യോത്തരവേളയിലേക്ക് പോയിന്റ് ഓഫ് ഓർഡർ ഇല്ല, പ്ലീസ്. അത് ശരിയല്ല. പാടില്ല. അതൊന്നും രേഖയിലുണ്ടാവില്ല. തെറ്റായ ഒരു പദപ്രയോഗം രേഖയിലുണ്ടാവില്ല. ഇരിക്കും. ഈ കാര്യത്തിൽ ഇരിക്കും. പക്ഷേ അതുണ്ടാവില്ല. ഓക്കെ സർ, ഇതുമായി ബന്ധപ്പെട്ട് നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് നടന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒരു കൂട്ടം ആളുകൾ, അത് വലിയ നമ്പറാണ്, അവർ വിശ്വസിച്ചേൽപ്പിച്ച പണം അത് വലിയ തോതിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വഞ്ചന നടന്നു എന്നതാണ് വന്ന ആക്ഷേപം. ആ കാര്യത്തിൽ ആവശ്യമായ നിയമ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അവസാനഘട്ടമായിട്ടില്ല. തുടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൗരവമായി തന്നെയാണ് അതിനെ സർക്കാർ കണ്ടിട്ടുള്ളത്. ഗൗരവമായി തന്നെ അന്വേഷണം നടക്കുകയാണ്. സമൂഹവും അത് ഗൗരവമായ കുറ്റമായിട്ട് തന്നെയാണ് കാണുന്നത്. ശ്രീ അനൂപ് ജേക്കബ്, അങ്ങേക്ക് തരാം. അനൂപ് ജേക്കബ്. എല്ലാവരും സാർ, ഇവിടെ ഈ ചോദ്യങ്ങൾ അത് ബോധപൂർവം എഴുതി ഉന്നയിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ കഴിഞ്ഞ നിങ്ങൾക്ക് 5 സാർ, ഇത് ഏത് അന്വേഷണവും നടത്താനുള്ള സാഹചര്യവും അധികാരവും ഈ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. സാർ, ഇപ്പോൾ UDF നേതാക്കൾക്കെതിരെ
UDF-ലെ MLA-മാർക്കെതിരെ അന്വേഷണം നടത്തുന്നത് ജനങ്ങളുടെ മുമ്പിൽ പുകമറ സൃഷ്ടിക്കാൻ, തെറ്റിദ്ധാരണ ജനിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ്. അതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ സാറേ, ഇവിടെ ഈ ചോദ്യം തന്നെ നമ്പർ 1 ആയി തന്നെ ചോദ്യം കയറി വന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ച് അങ്ങയുടെ നിയമസഭാ സെക്രട്ടേറിയറ്റ് അന്വേഷിക്കാൻ ഞാൻ കാര്യത്തിലേക്ക് വരാം. സാർ, ഇവിടെ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ച ആമുഖമായി ഒന്ന് പറയട്ടെ. പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ ഏത് അന്വേഷണം നടത്താൻ ഞങ്ങൾക്ക് ആർക്കും എതിരില്ല. ഏത് അന്വേഷണം നിങ്ങൾ നടത്തുക. സാർ, ഇവിടെ എനിക്കെതിരെ ഒരു ആക്ഷേപം ശ്രീ പ്രദീപ് കുമാർ ചോദ്യോത്തരമായി ഉന്നയിച്ചുകൊണ്ട് അതിന് മറുപടി എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. പ്രദീപ് കുമാർ, ശിവൻകുട്ടി സാറ് മുഖ്യമന്ത്രി പറഞ്ഞു, സാർ ഇടപെട്ടില്ല. എനിക്ക് എന്റെ സ്റ്റേറ്റ്മെന്റ് നടത്താനും കൂടെ അവസരം വേണം. ഇതിന്റെ അകത്ത് മന്ത്രിമാരാണ് മറുപടി പറയാനുള്ളത്. മുഖ്യമന്ത്രി മന്ത്രിമാരെ മറുപടി പറയാം. ഒറ്റ മിനിറ്റ് നിർത്തി മറുപടി പറയാൻ അവകാശമില്ല. സാർ, ഒറ്റ മിനിറ്റ്. ശിവൻകുട്ടി എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച് വിജിലൻസിന് പോകാനുള്ള കാരണം, അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഇവിടെ നിന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം ഫ്രണ്ട് റോയിലിരുന്ന നേതാക്കൾക്ക് ഒരു പേപ്പർ കഷ്ണം എറിഞ്ഞെറിഞ്ഞു കൊടുത്തു. എന്റെ കൈ വന്ന പേപ്പർ കഷ്ണം ഞാൻ അതേപോലെ ചുട്ടിക്കൂട്ടി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് തിരിച്ചെറിഞ്ഞു. അവിടെ ഇരുന്ന് വേളം വെച്ചുകൊണ്ട് നിന്നെ കാണിച്ചു തരാടാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ കക്ഷി എനിക്കെതിരെ ഒരു പരാതി കൊടുത്തു. സാറിന്റെ ഇത്രേ ഉള്ളൂ. ആ അന്വേഷണം വിജിലൻസ് നടത്തി. ആ സംഭവത്തെ കുറിച്ച് അന്വേഷണം വിജിലൻസ് നടത്തി. വിജിലൻസ് അങ്ങയുടെ വിജിലൻസ് ആണ് ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയത്. ആ വിജിലൻസ് അന്വേഷണം നടത്തി ഇതിന്റെ അകത്ത് യാതൊരു കഴമ്പുമില്ല എന്ന് മനസ്സിലാക്കി അങ്ങയുടെ വിജിലൻസ് എനിക്കെതിരെയുള്ള അന്വേഷണം അവസാനിപ്പിച്ച കാര്യം അങ്ങയുടെ ശ്രദ്ധയിലുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. സർ, ഇവിടെ എന്തോ ഒരു പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്ന മട്ടിലല്ല ചോദ്യങ്ങൾ വന്നത്. ഇവിടെ ചോദ്യം തന്നെ ഉണ്ടായത് നിലവിലെ നിയമസഭാംഗങ്ങളിൽ ആർക്കെല്ലാമെതിരെ അഴിമതി കേസുകളും വഞ്ചനാ കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസുകളുടെ അന്വേഷണ പുരോഗതി അറിയിക്കാം. അതിന് ചില MLA-മാരുടെ പേര് ഞാൻ പറഞ്ഞു നിലവിലുള്ളത്. സർ, അതിൽ മറ്റേതെങ്കിലും ഇല്ലാത്തൊരു കാര്യത്തിലേക്ക് പോയിട്ടില്ല. ഇപ്പം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ബാർ ഉടമ ഉന്നയിച്ച ആരോപണം, അത് സംബന്ധിച്ചാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യമായിട്ട് വന്നത് നേരത്തെ വിശദീകരിച്ച ഈ ഒരു ഫ്ലാറ്റ് നിർമ്മാണത്തിൽ വിദേശ സഹായം ലഭ്യമാക്കിയതിനെതിരെ എന്ന നിലക്കാണ്. വിദേശ പണം സ്വീകരിച്ചു എന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. പിന്നെ തൃക്കാക്കര MLA-യുടെ ഒരു സംഭവത്തെക്കുറിച്ചാണ് വേറൊരു ചോദ്യം വന്നത്. ഇതൊക്കെ സ്പെസിഫിക് ചോദ്യങ്ങളാണ്, ഏതെങ്കിലും ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള ചോദ്യങ്ങളല്ല. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. മറ്റു ചോദ്യങ്ങൾ പലതും ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ വിവരമില്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി ഇപ്പം ഞാൻ മറുപടിയും പറഞ്ഞിട്ടില്ല. അതാണ് വസ്തുത. ശ്രീ ആർ രാജേഷ്. സാറി, പ്രതിപക്ഷം തന്നെ ഇപ്പം ചോദിച്ചത് അനൂപ് ഭരണപക്ഷത്താണോ? സാറി, അഴിമതി കേസുകളിലെ അന്വേഷണം ഒന്നാമത്തെ ചോദ്യമായി വരുന്നതിൽ എന്തിനാണ് സാർ പ്രതിപക്ഷം ഇത്ര അസ്വസ്ഥമാകുന്നത്? സാർ, അഴിമതി കേസുകളിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നതിൽ പ്രതിപക്ഷമായി നിൽക്കുകയാണ്. ഒരു 4.25 വർഷക്കാലം കഴിയുമ്പോൾ വിവിധ ജനപ്രതിനിധികൾ MLA-മാർ വളരെ വേഗം ജയിലുകളിലേക്ക് പോകുന്ന സ്ഥിതിയാണ് സാർ. 2 ആൾ ജയിലിലായി കഴിഞ്ഞു. എനിക്ക് ബഹുമാനായ മുഖ്യമന്ത്രിയോടും ആരോഗ്യമന്ത്രിയോടും പറയാനുള്ളത്, ഈ ജയിലുകളുടെ മുമ്പിൽ പ്രതിപക്ഷ MLA-മാർ ഇങ്ങനെ തിരക്ക് കൂട്ടുമ്പോൾ സാമൂഹ്യ അകലം പാലിക്കാനൊന്നും ഒരു കർശനമായ നിർദ്ദേശം കൊടുക്കണമെന്നുള്ളതാണ്. 2 ആൾ ജയിലിലായി കഴിഞ്ഞു, കുറെ ആളുകൾ ജയിലുകളിലേക്ക് പോയി. സാർ, നമ്മുടെ കേരളത്തെ ഞെട്ടിച്ച ഏറ്റവും വലിയൊരു അഴിമതിയാണ് സാർ ഈ ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ടത്. സാർ, ആ ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടിന് അപമാനമായി മാറിയ ഒരു അഴിമതി കേസിന്റെ തുടർസ്ഥിതി എന്താണെന്ന് ബഹുമാനായ മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് ചോദ്യത്തിലൂടെ അഭ്യർത്ഥിക്കുകയാണ്. സർ, ഇത് നേരത്തെ പറഞ്ഞ അതേ മറുപടി തന്നെയാണ് എനിക്ക് പറയേണ്ടി വരിക. ഈ പറയുന്ന സംഭവത്തെക്കുറിച്ചുള്ള മറുപടി, അതിനുള്ള വിശദ വിവരങ്ങൾ ഇപ്പം എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. ശ്രീ PT തോമസ്. ഇവിടെ 1ഉം 8ഉം ചോദ്യങ്ങൾക്ക് മറുപടിയായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം, പ്രതിപക്ഷ നേതാവിനെ പറ്റി ബിജു രമേശ് ഉന്നയിച്ച ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുന്നതെന്നാണ്. ഇതേ ബിജു രമേശ് തന്നെ ജോസ് കെ മാണി കേസിൽ നിന്ന് പിന്മാറാൻ 10 കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി അന്വേഷിക്കാൻ അങ്ങ് തയ്യാറായിട്ടുണ്ടോ? അതോടൊപ്പം
ഇവിടെ ഒരു ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞു ടൈറ്റാനിയം കേസ് നിരവധി തവണ മാറ്റിവെച്ചു എന്ന് പറഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിൽ മാറ്റിവെച്ചത് അങ്ങയുടെ ലാവ്ലിൻ കേസല്ലേ 19 തവണ മാറ്റിവെച്ചത്? ഏത് കേസാണ് മാറ്റിവെച്ചതെന്ന് അങ്ങ് പറയണം. എന്നെ പറ്റി പരാമർശിച്ചാൽ എനിക്ക് പേഴ്സണൽ എക്സ്പ്ലനേഷൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അവസരത്തിൽ അതിനെപ്പറ്റി ഒന്നും പറയില്ല. ചോദ്യം എന്താണ്? ചോദ്യം 10 കോടി രൂപ കൊടുക്കാമെന്ന് പിന്മാറാൻ പറഞ്ഞ ജോസ് കെ മാണിയെ പറ്റി അന്വേഷണമുണ്ടോ? ലാവലിൻ കേസ് എത്ര പ്രാവശ്യം മാറ്റിവെച്ചു? സർ, യഥാർത്ഥത്തിൽ അദ്ദേഹം ലാവ്ലിൻ കേസാണ് ഉദ്ദേശിക്കുന്നത്. അതുമായിട്ട് കുറെ നടന്നില്ലേ? എന്തായി ഇപ്പോ? അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതാണ്. അതും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഇരിക്കുന്നത്. അവര് എപ്പോഴെടുക്കുന്നു, മാറ്റിവെക്കുന്നു എന്നെല്ലാമുള്ള കാര്യം അവർ തീരുമാനിക്കുന്നതാണ്. നഷ്ടം വരുത്തിയത്, ആ നഷ്ടം വരുത്തിയ ജനപ്രതിനിധി ഉൾപ്പെടെയുള്ളവരിൽ നിന്നും ആ സത്ത് തിരിച്ചുപിടിക്കാൻ ആവശ്യമായ ഏതെങ്കിലും നടപടികൾ ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. സർ, ഇതുപോലുള്ള കേസുകളിൽ ആ കേസ് ആദ്യം തെളിവായി വന്ന് അതിന്റെ മേലെയുള്ള കോടതി വിധി വന്നതിന് ശേഷമാണ് മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ആ കേസ് ഭംഗിയായി നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നല്ല നിലക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിൽ എന്ത് വേണമെന്നുള്ളത് അപ്പോൾ തീരുമാനിക്കേണ്ടതാണ്. ശ്രീ വി എസ് ശിവകുമാർ. എൻ്റെ പേരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരാമർശിച്ചുകൊണ്ടിനെ എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയണം എന്നുള്ളത് കൊണ്ടാണ്. സാറ്, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 2016 അവസാനമാണ് എൻ്റെ പേരിൽ ഒരു അനോണിമസ് പെറ്റീഷൻ കൊടുത്തു. എന്ന് പറഞ്ഞാൽ ജേക്കബ് തോമസ് എന്ന് പറഞ്ഞ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജേക്കബ് തോമസ് എന്ന് പറയുന്ന ഒരു DGP, അദ്ദേഹം DGP ആയിരുന്നപ്പോൾ കുറെ അനോണിമസ് പെറ്റീഷൻ വന്നു. ആ അനോണിമസ് പെറ്റീഷൻ ഇപ്പോൾ നിലവിലുള്ള മന്ത്രിമാര്, ചീഫ് സെക്രട്ടറി, മുൻ ചീഫ് സെക്രട്ടറി, അങ്ങനെ പേരിൽ എന്റെ പേരും വന്നു. അതിനെക്കുറിച്ച് 3 പ്രാവശ്യം മറ്റുള്ളവരുടെ എല്ലാ കേസും അവർ ക്ലോസ് ചെയ്തു. മന്ത്രിമാരുടെ ക്ലോസ് ചെയ്തു, ചീഫ് സെക്രട്ടറിമാരുടെ, പിന്നെ KM എബ്രഹാമിന്റെ, ടോം ജോസിന്റെ എല്ലാം ക്ലോസ് ചെയ്തു. ഈ ഒരു അനോണിമസ് ആയിട്ടുള്ള ഒരു പെറ്റീഷൻ വിജിലൻസ് 3 പ്രാവശ്യം അന്വേഷിച്ചു. 3 പ്രാവശ്യവും പിന്നെ ഞാൻ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടില്ല എന്നുള്ളത് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഫയൽ പരിശോധിച്ചാൽ മനസ്സിലാകും. സാർ, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത് വീണ്ടും തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള പ്രചരണം നടത്തുന്നതിലേക്ക് കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ പറയുന്നത്, എനിക്കൊരു വിശദീകരണം സതീശൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ എന്നെ കുറിച്ച് ഒരു ആരോപണം ഉണ്ടായില്ല, ഈ അസംബ്ലിയിൽ. സാർ, അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ ബിജു രമേശ് എനിക്കെതിരായി ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു, പല കാര്യങ്ങളും പറഞ്ഞു. സാർ, അതിന്റെ കൂടെ അതിലേക്ക് ഞാൻ വരികയാണ്. അന്ന് പറഞ്ഞ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൽ എനിക്ക് 25 ലക്ഷം രൂപ. സാർ, ഞാൻ പറഞ്ഞത്, സാർ, അങ്ങനെയുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് 3 പ്രാവശ്യം വിജിലൻസ് ഒന്നുമില്ല എന്ന് കണ്ടെത്തിയിട്ട് വീണ്ടും FIR എടുത്ത് അന്വേഷിക്കുന്നു എന്ന് പറയുന്നത് ആ കാര്യത്തിൽ തികച്ചും ഞാൻ ആ കാര്യത്തെ അടിസ്ഥാനരഹിതമാണ് എന്ന് ഞാൻ പറയുന്നു. സാർ, അതിനകത്ത് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം സാർ, അല്ല, അതോട് ഗവൺമെന്റ് മുന്നിൽ പറയാണ് സാർ. സാർ, ഇവിടെ ഒരു SK ആശുപത്രിയുണ്ട് തിരുവനന്തപുരത്ത്. ക്ലാരിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ അതല്ല സാർ, ഞാൻ ഒരു മിനിറ്റ് CM അറിയാൻ വേണ്ടി പറയാം. സാർ, SK ആശുപത്രി പറഞ്ഞുകൊണ്ട് പരാതി അതില്ല എന്ന് കണ്ടെത്തി. അത് കണ്ടെത്തിയതിനു ശേഷം അതൊന്ന് കാര്യം ഈ SK ആശുപത്രി അത് ഏറ്റെടുക്കണം എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ഒന്ന് വിളിക്കേണ്ടി വരും. സാർ, അത് ഒരു മിനിറ്റ് അത് കഴിഞ്ഞ് അന്വേഷണം 2 ദിവസത്തിന് മുമ്പ് ഒരു വാർത്ത വന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചോദിക്കും. ഭാര്യാപിതാവിന്റെ പേരിൽ തമിഴ്നാട്ടിൽ ഞാൻ വസ്തു വാങ്ങി മന്ത്രിയായിരുന്നു. എന്റെ ഭാര്യാപിതാവ് മരിച്ചിട്ട് 26 വർഷമായി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ ഇവിടെ ഗവൺമെന്റ് മറ്റു പ്രതിപക്ഷത്തിരിക്കുന്ന നേതാക്കന്മാരുടെ പേരിൽ കള്ളക്കേസുകൾ എടുക്കുന്നത് ഒരു പുതിയ കീഴ്വഴക്കം സൃഷ്ടിക്കുന്നതല്ലേ? സാർ, ഞാൻ നിരപരാധിയാണ്. 2 പേരുടെ പേര് വെച്ചുകൊണ്ട് അവരുടെ സ്വത്ത് അന്വേഷിക്കണമെന്ന് പറയുന്നത് നാളെ അപ്പുറത്ത് മന്ത്രിമാരല്ലാതാകുമ്പോൾ ഒരാളിന്റെ പേരിൽ ഒരു കേസ് അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ 2 പേരുടെ പേര് വെച്ചിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാന്ന് പറയുമ്പോൾ ഇത് ഇതൊന്നും ശരിയല്ല. ഒരു ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സാർ. ചോദ്യം എന്താ? സമയം അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ചോദ്യമൊന്നും ഇല്ലാതുണ്ട്. യെസ്, ഇല്ല, സമയം കഴിഞ്ഞു. ചോദ്യത്തിലുള്ള സമയം കഴിഞ്ഞു. ഓർഡർ തരാം. സമയം തരാം, പിന്നീട് തരാം.
ഓർഡർ ചോദ്യോത്തരവേള കഴിഞ്ഞിരിക്കുന്നു. ആയിരക്കണക്കിന് ഡെയിലി യൂസ്ഡ് പ്രൊഡക്റ്റുകളുമായി വയലത്തൂരിന്റെ ഷോപ്പിംഗ് ഐക്കണായി മാറിയ സൻഹ മാർട്ട് അവതരിപ്പിക്കുന്നു വമ്പൻ സമ്മാനങ്ങളുമായി സൻഹ മാർട്ട് ഉത്സവമേളം. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ 1ാം സമ്മാനം റെഫ്രിജറേറ്റർ, 2ാം സമ്മാനം വാഷിംഗ് മെഷീൻ, 3ാം സമ്മാനം ടെലിവിഷൻ, 4ാം സമ്മാനം സൈക്കിൾ. കൂടാതെ ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഫാനുകൾ, ഫ്രൈ പാനുകൾ, കുക്കർ, ഡിന്നർ സെറ്റുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ വേറെയും. ഒപ്പം വൈവിധ്യങ്ങളായ നൈറ്റ് വെയർ ആൻഡ് ന്യൂ ബോൺ കളക്ഷനുമായി അവ ലൈഫ് സ്റ്റൈൽ സെക്ഷനും. ഷവർമ ആൻഡ് ഷവായ തുടങ്ങിയവയുടെ രുചി വൈഭവങ്ങൾ തീർത്ത് മസ്കറ്റ് ബേക്സ് ആൻഡ് കഫേ കോർണറും. ഇനി ഷോപ്പിംഗിനൊപ്പം സമ്മാനങ്ങളുടെ ഈ ഉത്സവമേളയിലേക്ക് സൻഹ മാർട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സൻഹ മാർട്ട്, യുവർ ഡെയിലി സൂപ്പർ മാർക്കറ്റ്, വയലത്തൂർ.